Yes, Prasida, good afternoon. Afternoon, sir. Good afternoon, Yes, sir. Naita, good afternoon. Good afternoon, sir. Sharanya, Good afternoon, sir. Shani Bros, Marin, Sidhu, Farsana, good afternoon. Thanks, Sila, good afternoon. Ajanya, good afternoon. Yes. So, let us start. Okay. Okay. Thanks, Sila. Very good. Okay. Sharanya, okay. Let us start. അപ്പോൾ നമുക്ക് ഇതുപോലെ ടെൻസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം മറ്റു കാര്യങ്ങളിലേക്ക് പോകാം. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ആ ടെൻസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ നമ്മൾ പറഞ്ഞു, ഡിസ്കസ് ചെയ്തു, അതൊരു ഹാബിച്വൽ ആക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ടെൻസ് ഉപയോഗിക്കുന്നത്. ഹാബിറ്റ് ആക്ഷൻ ആണ്, പതിവായിട്ട് ചെയ്യുന്ന കാര്യമാണ്. പതിവായിട്ട് ചെയ്യാത്ത കാര്യമാണെങ്കിൽ ആ സിമ്പിൾ പ്രസന്റിനെ നെഗറ്റീവ് നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഒന്നുകിൽ ഡു നോട്ട് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ എന്ത് ഉപയോഗിക്കുന്നു, ഡസ് നോട്ട് ഉപയോഗിക്കുന്നു. ഡു നോട്ട് ഓർ ഡസ് നോട്ട്. ഡു നോട്ട് ഏതിന്റെ എല്ലാം കൂടെയാണ് വരുന്നത്, ഡസ് നോട്ട് ഏതിന്റെ കൂടെയാണ് വരുന്നത്. ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ നോക്കുന്നത്, അപ്പൊ പതിവായിട്ട് ചെയ്യുന്ന കാര്യം നമുക്കറിയാം, പതിവായിട്ട് ചെയ്യാത്ത കാര്യം നമുക്കറിയാം. വേറെ ആരോടെങ്കിലും നമ്മൾ പതിവായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാറുണ്ടോ എന്നാണ് ചോദിക്കാൻ വിചാരിക്കും. അതും ഈ സിമ്പിൾ പ്രസന്റിന്റെ ക്വസ്റ്റ്യൻ ഫോമിൽ നമുക്ക് ചോദിക്കാൻ പറ്റും, ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ പറ്റും. ഇപ്പോ ഞാൻ പാല് കുടിക്കാറുണ്ട് എന്നുള്ളതിൽ ഐ ഡ്രിങ്ക് മിൽക്ക് എന്നാണ്. ഞാൻ പാല് കുടിക്കാറില്ല എന്നാണെങ്കിൽ ഐ ഡു നോട്ട് ഡ്രിങ്ക് മിൽക്ക്. ഞാൻ പാല് കുടിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ അത് എങ്ങനെ ചോദിക്കും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുക. ഓക്കെ, യെസ്. അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് നോക്കാം. ആർ യു അല്ല ഫർസാന, ആർ യു ഡ്രിങ്കിങ് മിൽക്ക്? അത് നമുക്ക് ചോദിക്കാം. അത് ഇതേ മോഡൽ, ഇത് തന്നെ കറക്റ്റ് ചെയ്ത് വെച്ചാൽ മതി. ഇത് ഇവിടെ നിന്ന് തന്നെ ഇംഗ്ലീഷിൽ നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു കണക്ഷൻ ചിലപ്പുണ്ട്. അപ്പൊ നമുക്ക് നോക്കി, നിങ്ങൾ പാടാറുണ്ട്, യൂസിങ്. നിങ്ങൾ പാടാറില്ല, യു ഡു നോട്ട് സിംഗ്. ഇനി ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ പാടാറുണ്ടോ? അപ്പൊ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ പാടാറില്ല എന്ന് പറഞ്ഞതിലെ ആ നോട്ട് അങ്ങോട്ട് കളയും. നോട്ട് കളഞ്ഞിട്ട് ഓക്കെ താഴ്ചയില ആ ഡു എന്ത് ചെയ്യണം, അത് ആദ്യം പറയുക. അപ്പൊ എന്തായി, ഡു യു സിംഗ്. നോക്കിയേ, അവൾ വരാറില്ല, ഷീ ഡസ് നോട്ട് കം. അവൾ വരാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ നോട്ട് അങ്ങോട്ട് കളഞ്ഞിട്ട് ആ ഡസ് എടുത്ത് ആദ്യം പറയാം. ഡസ് ഷീ കം. അവൾ വരാറുണ്ടോ, പതിവായിട്ട് വരാറുണ്ടോ എന്നാണ്. ഡസ് ഹീ കം. ഓക്കെ, ഷാനി ഫിറോസ് കറക്റ്റ് ആണ്. ഇതാണ് ടെക്നിക്ക്. ആ വരാറില്ല എന്നുള്ളതിന്റെ നോട്ട് കളഞ്ഞിട്ട് ആ ഓക്സിലറി വെർബ് എടുത്ത് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ടേൺ ഇൻടു എ ക്വസ്റ്റ്യൻ. അവൻ പഠിക്കാറുണ്ടോ, ഡസ് ഹി സ്റ്റഡി. നിങ്ങൾ ഇത് ഉപയോഗിക്കാറുണ്ടോ, ഡു യു യൂസ് ഇറ്റ്. അവൾ ഇത് എടുക്കാറുണ്ടോ, ഡസ് ഷീ ടേക്ക് ഇറ്റ്. അപ്പൊ എടുക്കാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ പറയുന്നത്, ആ നോട്ട് കളയ, ഡു അല്ലെങ്കിൽ ഡസ് ആദ്യം പറഞ്ഞു കഴിഞ്ഞാല് ദാറ്റ് ടേൺ ഇൻടു എ ക്വസ്റ്റ്യൻ. എന്തായിട്ട് മാറുന്നു, അതൊരു ചോദ്യമായിട്ട് മാറുന്നു. സിമ്പിൾ അല്ലേ? വെരി വെരി സിമ്പിൾ അല്ലേ? യെസ്, വെരി വെരി സിമ്പിൾ ആണ്. ഓക്കെ 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 ഓക്കെ. ഫർസാന,
ഫർസാന Yes, sir. ഓക്കെ, അവിടെ നിന്നിട്ട് ഒരു മിനിറ്റ് ഞാൻ വിളിക്കാം. Okay. സ്വപ്നപ്രിയ 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 അല്ലേ? സ്വപ്നപ്രിയ ഞെക്കിയ സ്വിച്ച് മാറിപ്പോയി തോന്നുന്നു, ലെഫ്റ്റ് ആയി പോയി. തിരിച്ചു വരുമെന്ന് വിചാരിക്കാം. യെസ്, ഓക്കെ. അപ്പൊ സ്വപ്നപ്രിയ വരുന്നതിന് മുമ്പ് നമുക്ക് വേറെ ആളെ വിളിക്കാം. ഷാനി ഫിറോസ്. Yes, sir. ഓക്കെ, അപ്പൊ ഷാനി ഫിറോസ് ഉണ്ട്, എന്നോടൊപ്പം തന്നെ ഷഫാനുണ്ട്. അപ്പോ ഫർസാന ഷാനി പ്രിയനോട് ഡു യു എന്ന് വെച്ച് വരുന്ന എന്റെ മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങൾ രണ്ടുപേരും ഒരു ചെറിയൊരു ക്യാൻറ്റീനിലോ ഒരു ടീ ഷോപ്പിൽ വെച്ച് കണ്ടുമുട്ടിയാണ്. യെസ്, അവിടെ വെച്ച് അങ്ങോട്ടും സംസാരിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഫർസാന രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ആരോട് ചോദിക്കുന്നു? ഷാനിയോട് ചോദിക്കുന്നു. ചോദിക്കേണ്ടത് ഡു യു വെച്ച് ചോദിക്കണം. ഡു യു യൂസ് ലാപ്ടോപ്പ്? ആണ്, നിങ്ങൾ ലാപ്ടോപ്പ് ഉപയോഗിക്കാറുണ്ടോ? ഡു യു ഡ്രിങ്ക് ടീ? യെസ്. അപ്പൊ യെസ് എന്ന് പറയും. then let us have a cup of tea. കാരണം നിങ്ങൾ നിൽക്കുന്ന റെസ്റ്റോറന്റ് മുന്നിലാണ്. then അങ്ങനെ പറയാം. അപ്പൊ ഡു യു വെച്ചിട്ടുള്ള ഒരു രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ഫർസാന മനസ്സിലൊന്ന് പ്ലാൻ ചെയ്യുക. ആരോട് ചോദിക്കാനാണ്? ഷാനിയോട് ചോദിക്കാനാണ് ചോദ്യങ്ങൾ. ഡു യു. അപ്പൊ ചെയ്യാറുണ്ടോ, വരാറുണ്ടോ, പാടാറുണ്ടോ എന്നൊക്കെ ചോദിക്കില്ലേ? യെസ്. അപ്പൊ ഓക്കെ, ഫർസാനയും ഷാനി ഫിറോസും തമ്മിൽ നോർത്ത് പറവൂരുള്ള വളരെ മനോഹരമായ റിസോർട്ടിനോട് ചേർന്നിട്ടുള്ള ഒരു റെസ്റ്റോറന്റ് വെച്ച് കണ്ടുപിടി. ഓക്കെ, ഫർസാന ചോദിച്ചോളൂ. എന്ത് വേണമെങ്കിലും കയ്യിൽ നിന്ന് ചേർത്തോട്ടാണ് രണ്ടുപേരോടുകൂടി പറയുന്നത്. യെസ്, ഞങ്ങൾ കേൾവിക്കാരാണ്. യെസ്. Okay. ഓക്കെ, സ്റ്റാർട്ട്. Danny, do you take in your phone with you? Yes, Yes. I take it. ഓക്കെ. ഫർസാന ഒന്ന് ഫോർമൽ ആയിട്ട് ഡയലോഗ് വേറെ പറഞ്ഞു. ഡു യു ആണ് ഞാൻ പറഞ്ഞത്, സംഭവിച്ചു. ഹായ് പറഞ്ഞു, എന്താ ഇവിടെ എന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കാൻ മതി കേട്ടാ. അതൊക്കെ കയ്യിൽ കിട്ടും. അങ്ങനെ മതി, എന്ത് വേണമെങ്കിലും ആവാം. ഫോർമൽ ആയിട്ടുള്ളൊരു യാദൃശ്യമായിട്ട് കണ്ടതല്ലേ. അപ്പൊ അതൊക്കെ ഒന്ന് ഫോർമൽ ആയിട്ടൊക്കെ സംസാരിച്ചു. നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം. ഓക്കെ, കണ്ടിന്യൂ ഫർസാന. Hi, പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യണം സാറേ. ഹായ് പറഞ്ഞു തുടങ്ങിയോ? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ. Hi, Shani, how are you? Oh, I am fine. What about you? Yeah, I'm good. Yeah, same. So, when did you come here? I will come on next Friday. Okay. So, do you drink a cup of tea? No, I doesn't need. Or, I don't need that. or do you want some juice or anything? Yeah, I like juice. Do you eat your lunch? No. Okay, then do you take in your phone with you? Yes, I take in it. Then do you bring the book that I told you? Yes, I take the book. Okay, then, Do you write your homework? yes, I do my homework. Oh. Yeah. Shani, നിന്നോട് ചോദിച്ചു. Yes, okay. ഷാനി ഫിറോസേ, Yes. ഫർസാനക്ക് ആലോചിക്കാൻ സമയം കിട്ടാൻ വേണ്ടിട്ട് ഷാനി ഫിറോസ് എന്താ ചോദിച്ചോട്ടെ. Okay. Yes. Does Tansila come with us? I think she will be late. Oh. What about your future plan? Now I'm concentrating on my studies. Okay. Do you sing a song? No, I'm a bad singer. It's okay, no problem. You sing a song. No, I can't. You will leave me alone when I sing. Okay. Do you come to our online class? What? I didn't hear you. Do you come to our online class?
Yes, yes, I'm come here. I'm come there. Do you sing a song? Can you? No, dear. Okay, now go to her online class. Bye. Okay, bye. Okay, well, both of you will be okay. Then see, both of you will be taking you music class. അല്ലേ? Very good, very Yes. good, very good. മനസ്സിലായല്ലോ? Do you വെച്ച് എത്രയും ചോദ്യങ്ങളാണ് ഫർസാന ചോദിച്ചത്? ഷാനി എത്ര ചോദ്യമാണ് ചോദിച്ചത്? ഓക്കെ. അപ്പൊ ഞാൻ എക്സാമ്പിൾ ഇട്ടതാണിത്. ഇനി ആരാണ് ധൈര്യസമേതം? സാറേ ഞാനുണ്ട് ഈ ഗെയിമിൽ. അല്ലെങ്കിൽ ഞാൻ ചോദിക്കാം. Who is coming next? Do you വെച്ച് ഒരു 10 ചോദ്യം നിങ്ങളുടെ സഹപ്രവർത്തകരോട് ചോദിക്കുക. അവരതിന് മറുപടി പറയുന്നു. യെസ്. Rosida, are you ready? Hi, sir. Good morning. Yes, good afternoon. Are you ready? Yeah, yes, sir. Yes, ധൈര്യസമേതം പറയും. ഒരു കോൺഫിഡൻസ് വരട്ടെ. Yes, I am ready. Yes, അത് കോൺഫിഡൻസ് വരട്ടെ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. Then, Thanks, sir. Harida, Anil, are you ready? Yes, sir. I am ready. Yes. Okay, okay, okay. അപ്പോ നേരത്തെ നമ്മൾ പറഞ്ഞു ഷാനി ഫിറോസും ഫർസാനയും കണ്ടുമുട്ടിയ റെസ്റ്റോറന്റ് സമീപത്താന്ന് പറയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീച്ചിലാവാട്ടോ, അതല്ല എന്തെങ്കിലും പാർക്കിലാവാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് അവിടെ വെച്ച് നിങ്ങൾ ഈ ആക്സിഡന്റ് ആയിട്ട് കണ്ടുമുട്ടുന്നു. യെസ്, ഷാനി ആൻഡ് ഹരിത. യെസ്, ഓക്കെ. ഓരോരുത്തരും മനസ്സിൽ കുറച്ച് ചോദ്യം സെറ്റ് ചെയ്ത് വെച്ചോ കേട്ടോ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. അപ്പൊ ഞങ്ങളൊക്കെ പ്രേക്ഷകരാണ്, ഞങ്ങളൊക്കെ ഇത് കേട്ടുകൊണ്ടിരിക്കും തിരിച്ച്. യെസ്, ഹരിത ആൻഡ് പ്രസീത, യു സ്റ്റാർട്ട്. Thank you, sir. Hi, Hadra. How are you? Rita. I am fine, thank you. Okay. What do you do now? I am nothing. Okay. Are you free now? Clear ആയില്ല? Hello. Are you free now? Yes, yes. Okay. And do you have any job? Yes. Okay. What do you now? Do I have a good job? Good job in good job. Okay. ഇടയ്ക്ക് ഹരിത അതോട് ചോദിച്ചോണ്ട് ചോദ്യം. Do you sing a song? I sang sometime, but now I have throat pain. Sorry. Okay, okay, okay. Do you see? Do you your future plan? I get some better job. Okay, okay, I will come better job. That's okay, all. okay. Now I'm doing one online course. After finish, I will get job. Okay, okay. How is your family? My family is four people. Do you have a brother or sister? Brother. Okay. Does your call every day? Yes. Okay. Do you have a brother or sister? No, I'm alone. Okay. Do you have a family? Yes. I'm married. I have 2 children. Okay. Okay, thank you, sir. Okay. ഓക്കെ, വെൽക്കം പ്രസീത. Thank you, sir. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഓക്കെ. നല്ല ലൈവ് ആയിട്ട് നിങ്ങൾ പറഞ്ഞിട്ട് പ്രസന്റ് ചെയ്തു. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ഫർസാന, നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. കാരണം ആദ്യത്തെ ഒരു മോഡൽ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവർക്ക് പിടികിട്ടി ഏത് വഴിക്കാണ് ഈ സംഗതി പോകേണ്ടതെന്ന് ഇവർക്ക് പിടികിട്ടി. അതുമല്ല, നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഇവർക്ക് ഒന്നുകൂടി ചിന്തിക്കാനും ആലോചിക്കാനുള്ള സമയവും കിട്ടി. യെസ്, ഡു യു സിംഗ് എന്ന് തോന്നുന്നതിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ ഒന്ന് വേറെ ഡു യു ലവ് മ്യൂസിക്, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഡു യു സിംഗ് അങ്ങനെ വരാം. യെസ്, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഹു ഈസ് കമ്മിങ് നെക്സ്റ്റ്? അടുത്തായിട്ട് വരുന്നത് ആരാണ്? ഞാനൊന്ന് പറയാം. ഇൻവോൾവ്മെന്റ്. യെസ്, ഒരു ധൈര്യം കാണിക്കും മക്കളെ. യെസ്, കോൺഫിഡൻസ്. നമുക്ക് എല്ലാം വിധിക്ക് വിട്ടുകൊടുക്കാതെ നമ്മളായിട്ട് നമ്മുടെ വിധി ക്രിയേറ്റ് ചെയ്യും. യെസ്. Then ശരണ്യ.
Yes, sir. ഓക്കെ ശരണ്യ മനസ്സിൽ വിചാരിച്ചു സാറ് വിളിക്കുകയാണെങ്കിൽ ഞാൻ പറയും, ഞാനായിട്ട് അങ്ങനെ ചെല്ലൂല, അതല്ലേ വിചാരിച്ചത്? അങ്ങനെയല്ല സർ, ത്രോട്ട് പെയിൻ ഉണ്ട്, നോട്ട് വെല്ലാണ്, അതുകൊണ്ടാ. യെസ് ഓക്കെ, എന്നാൽ യു ടേക്ക് സം റെസ്റ്റ്, നോ പ്രോബ്ലം. യെസ് യെസ് ഓക്കെ, നോ പ്രോബ്ലം. ശരണ്യ, യെസ് സർ. ശരണ്യല്ല, വേറെ ശരണ്യയില്ല, ശരണ്യ യു. ശരണ്യ യു, ശരണ്യ യു, ആർ യു റെഡി? എന്റെ വോയിസ് ക്ലിയർ അല്ലായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ ഓൺ ആക്കാതിരുന്നത്. ഇതെന്തോ നെറ്റ് ഇഷ്യൂ ഉണ്ട്. ആ ഓക്കെ ഓക്കെ, നെറ്റ് ഇഷ്യൂ ഉണ്ട്, ശരിയാണ് ശരിയാണ്, ഓക്കെ 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 ഓക്കെ, ശരിയാണ്, ക്ലാരിറ്റി കുറവുണ്ട്. ആശ, ആശ നസിയ, ധൈര്യം കുറവ്, രണ്ടുപേരോട് പറഞ്ഞില്ലേ? യെസ് നസിയ, ഹൗ ആർ യു നസിയ? I'm fine, sir. How are you? I am also very fine. Where are you from, Nasiya? I'm from Kannur. You are from Kannur. Very good, very good, very good. Okay, 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 okay. What is your opinion about Kannur? It's a nice place. It's a nice We have place. You are born beaches, and brought up. mountains, everything. Very good, very good, very good. So, in Kannur, which village you belong to? From Valpattanam. Valavattanam village. So, Valavattanam is your village. Can you give a small description about your village? Village കുറിച്ചൊന്ന് പറയാമോ? ആശ, വില്ലേജിനെ കുറിച്ച്, എന്റെ വില്ലേജ് ഇന്നതാണ്, അവിടെ ഇന്നതൊക്കെ ഉണ്ട്, ഇന്ന പള്ളി ഉണ്ട്, ഇന്ന മോസ്ക് ഉണ്ട്, ഇന്ന ടെമ്പിൾ ഉണ്ട്, പുഴകളുണ്ട്, തോടുകളുണ്ട്, പിന്നെ വേറെ ചരിത്ര സ്മാരകങ്ങളുണ്ടെങ്കിൽ അതുണ്ട്, അങ്ങനെ ഫേമസ് ആയിട്ടുള്ള ഇന്ന ആള് ജനിച്ചത് അവിടെയാണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം പറയും. ഞങ്ങൾക്ക് വി ആർ വെരി ഈഗർ ടു ഹിയർ അബൌട്ട് യുവർ വില്ലേജ്. താങ്കളുടെ ഗ്രാമത്തെ കുറിച്ച് കേൾക്കാൻ ഞങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നു. യെസ് പറയൂ. I think it's the smallest Grama Panchayat. I'm not sure. Yes, okay. That is not a problem. You continue. ഞങ്ങൾ അവിടെ ഒന്നും വരാൻ പോണില്ല. You continue. We have a river, Valapattanam Pura, Valapattanam River. Valapattanam River, yes. Then. There is boat safaris. Boat service, okay. We have so many mosques. Famous mosque is which one? Kakkalangarapalli. Kakkalangarapalli, yes, okay. And I have a police station near Valapattanam Higher Secondary School. So many schools. Okay, 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 okay. Nearby there is a police station, yes, okay. Yeah. Post office. Yes, post office. Yeah. Also a temple, Kalarivadukal. Yes, Kalarivadukal temple is also situated in your village. Yeah. Yes. That's then, it. Nasiya, what is your dream in your life? I want to become financially independent. To become financially independent and to secure a good job. Okay? Yes. Yes, okay, 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 okay. Daisy Glitus. Good afternoon, sir. Yes, good afternoon. But you asked some questions to Nasiya. Do you achieve the question? Nasiya? Yes. Nasiya, you may answer to Daisy's questions. Okay? Okay, sir. Good afternoon, Nasiya. Good afternoon, Daisy. How are you? I am good. What about you? I'm also fine. Okay. How many members in your family? Sorry, I didn't hear you. How many members in your family? I have a elder brother and a elder sister. I'm the youngest one. Okay, thank you. Which food do you like to eat?
I love mandi. Yes, Nasia, you also ask some questions. Okay, Shani Frost, she is very fond of mandi. Yes, okay. How about your family, Daisy? My family, my father, mother, and I have one sister. She already got married. She has 3 children. Okay. Is she younger or elder? Sorry, ഇളയതാണോ മൂത്തതാണോ? I am the eldest one. Okay. Did you eat your lunch? Yeah, I had. Do you? No, I ate breakfast a little late. Okay. What did you prepare today for lunch? Oh, I don't cook. My mother will cook. Okay, Yes, what your okay. mother? What she cooked? I think she made some rice and some fish curry and also marinated some fish for fry. Okay, good. What did you had for lunch? For us today biryani. Oh, nice. Do you Because love today biryani? what? Do you love biryani? More than biryani, I prefer rice and curry. Oh, me too. Um, what do you like to cook? I prefer more Western foods. Burger, Did you pizza. did you know how to cook? I practice experiments. Okay. I'm not expert. Okay. Do you help your mother to cook or Yeah, something? if she asks, I will help. Or I don't. Okay, now what are you doing? I'm taking an online class. Also, I'm a fashion designer, so I do stitching as per Okay. uh, customer needs. Okay. Oh, one fashion designer is with you. The class is fashion designer. Yes. How many customers you have, Nasia? അങ്ങനെ ഇതായിട്ട് അടിച്ചു കൊടുക്കൂല, ചോദിക്കുന്ന ആൾക്ക് അടിച്ചു കൊടുക്കും. ഇപ്പൊ എന്റെ മാം ഒരു ഓർഡർ തന്നായിരുന്നു, അത് ചെയ്തോണ്ടിരിക്കുക. Yes, very good, very good, very good. Okay. Yes. Yes. Have your own money. Yes. Okay. About Daisy Cletus and Nasia, very good for your good performance. Okay. Very good. Yes. Yes. Nancy, sir. are you ready? Sir, Are you ready? yes, sir. I'm ready. Yes. Nancyക്ക് പറ്റിയ ഒരു പാർട്ട്ണർ നോക്കട്ടെ നിന്ന്. മെർലിൻ എസ്. Yes, sir. I'm ready. You are ready. Oh, yes, I am ready. ചോദിക്കേണ്ട കാര്യമില്ല. മെർലിൻ is ready. അപ്പൊ നാൻസിയും മെർലിനുമാണ് കൂട്ടിമുട്ടുന്നത് വിചാരിക്കും. You are the two persons accidentally meet anywhere. മാളിലോ ബീച്ചിലോ പാർക്കിലോ റെസ്റ്റോറന്റ് സമീപത്ത് വെച്ച് നിങ്ങൾ കണ്ടുമുട്ടുന്നു. ഓക്കെ. അപ്പൊ രണ്ടുപേരും അങ്ങോട്ടും കൂടി ചോദിക്കുന്നുണ്ട്, വിശേഷങ്ങൾ ചോദിക്കുക, എന്ത് ചെയ്യുന്നു, എന്തും ചോദിച്ചു. യെസ് മെർലിൻ, യെസ് നാൻസി, യു സ്റ്റാർട്ട്. Hi, Mary. How are you? I'm fine. How are you? I'm good. യെസ്. Can you speak in English? Not clear. Hello? Did you hear my voice? Hi. Hello? Yes. Clear. Ask any question.
Merlin, will you ask any question to Tansy? What are you doing here? Nothing. Hello, Nothing in very particular. Tansy ശബ്ദം വിട്ടുകൊണ്ട്. Tansi, I quit now class I quit sir. Rejoin sir Yes. Okay. because of my noise is mild sir. I think. Yes. Okay. Now it is clear. Continue. But thanks to Georgie. Merlin, how are you? fine, sir. Very good. What is your ambition in your life? To become a good job and find secure good job and independent. Financially independent. Okay. Yes. Okay. Presently, what you are doing? At present, what you are doing? In addition to this hospital administration course, what are you doing? Finish course and Finish your course then. and get a job, good job. Yes. Very good. Then, how many members are there in your family? 3 members in my family: father, mother, And you. Okay. I'm only doctor. Yes. Okay. Yes. Very good. Yes. Then, which is your favorite color, Merlin? Rose is my favorite color. Rose is your favorite. Why do you like rose most? Rose flower is my favorite. So, Is there any reason that? There are many flowers in my house. Mostly rose flower in my house. Okay. Very good. So I like so rose that is flower. why you like rose color. Yes. Okay. So rose color, there is as far as flower is concerned, there is white rose, red rose. Which is your favorite? Red rose. Red. It's my Very good. Do you know driving? No, sir. No. Do you like the driving? Yes, but I Yes. fear. You fear? Yes. Yes. Okay. So what is your problem when you drive? എന്താണ് മെർലിൻ കാണുന്ന പ്രോബ്ലം എന്താണ്? ഫിയറിനുള്ള കാരണം എന്താണ്? പല ആളുകൾ പല രീതിയിൽ പറയാം. ഡ്രൈവ് ചെയ്യുന്ന എനിക്ക് ട്രെയിനിങ് വരുമ്പോൾ പ്രശ്നം വരും. ചില ആളുകൾ പറയും എനിക്ക് സൈഡ് കറക്റ്റ് ആവുന്നുണ്ടോ എന്നൊരു ഡൗട്ട് വരും. പിന്നെ ചില ആളുകൾ പറയും തിരക്കുള്ള സ്ഥലമാണെങ്കിൽ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. പല ആളുകൾക്ക് പല പ്രശ്നങ്ങൾ പറയാറുണ്ട്. എന്ന് പറയുന്ന പോലെ മെർലിൻ കാണുന്ന ഡ്രൈവ് ചെയ്യാറില്ലെങ്കിലും മെർലിനെ സംബന്ധിച്ച് കാണുന്ന ഫാൾട്ട് എന്താണ്, അല്ലെങ്കിൽ എവിടെയാണ് മെർലിൻ ഡ്രൈവിങ്ങിന്റെ കാര്യത്തിൽ പരാജയപ്പെട്ടു പോകുമെന്ന് തോന്നുന്നു? Courage. So No courage. Yes. No courage. Yes. Very good. Yes. Okay, that is not a problem. You just drive, then automatically the courage will come. You will be more courageous. Okay. Yes, Very good. Okay, don't worry. Yes. പറ്റില്ല എന്ന് പറഞ്ഞവരൊക്കെ പിന്നീട് അതിനകത്ത് ആരായിട്ടുണ്ട്? പ്രഗത്ഭരായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പേടിക്കുന്ന കാര്യം ഭാവിയില്
മെറിൽ പറയും പണ്ട് ഞാൻ എനിക്കിത് പേടിയാണെന്ന് പറഞ്ഞതാണ്, ഇപ്പൊ ഞാൻ ഇതിനകത്ത് എക്സ്പെർട്ട് ആണ് എന്ന് പറയും. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ നമ്മൾ പറഞ്ഞത് ടെൻസിനെ കുറിച്ച് പറഞ്ഞു. ടെൻസിനെ കുറിച്ച് പറഞ്ഞപ്പോ സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ച് പറഞ്ഞു. സിമ്പിൾ പ്രസന്റ് പോസിറ്റീവ് കാര്യങ്ങൾ പറഞ്ഞു, നെഗറ്റീവ് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ ക്വസ്റ്റ്യൻ പോലെയുള്ള വാചകം. അപ്പൊ ഞാൻ സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന സംഗതി ഞാൻ അവസാനിപ്പിച്ചു. ഇനി ഞാൻ പറയുന്നത് അടുത്ത ഒരു ടെൻസിലേക്ക് കടക്കുന്നു. അടുത്ത ഒരു ടെൻസിന്റെ പേരാണ് സിമ്പിൾ പാസ്റ്റ്. എന്താണ് സിമ്പിൾ പാസ്റ്റ്? നമുക്കറിയാം, ഓരോ നേരത്തെ ഞാൻ പറഞ്ഞു സിമ്പിൾ പ്രസന്റ് എന്ന് പറയുമ്പോൾ അതിന്റെ സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് വെർബ്, ആ വെർബിന്റെ പ്രസന്റ് ടെൻസ്. ആ വെർബിന്റെ പ്രസന്റ് ടെൻസ് എന്നുള്ളത് മാറ്റിയിട്ട് അവിടെ വെർബിന്റെ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതെന്തായി? ആ സിമ്പിൾ പ്രസന്റ്. കഴിഞ്ഞു പോയ സംഭവങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്ന ടെൻസ് ഉപയോഗിക്കുന്നത്. രാവിലെ കഴിഞ്ഞത്, ഇന്നലെ കഴിഞ്ഞത്, കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞത്, കഴിഞ്ഞ മാസം കഴിഞ്ഞത്, കഴിഞ്ഞ വർഷം കഴിഞ്ഞത്, വരാൻ പോകുന്ന കാര്യങ്ങളല്ല, കഴിഞ്ഞു പോയ സംഭവങ്ങളാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് വേണമെങ്കിൽ ഞാൻ ഇന്ന് ഇപ്പോ ഏകദേശം 2 മണി കഴിഞ്ഞ് 3 മിനിറ്റായി. അപ്പോ ഇതിന് തൊട്ട് മുമ്പ് സംഭവിച്ച എല്ലാ കാര്യങ്ങളും എനിക്ക് പാസ്റ്റ് ആണ്, കഴിഞ്ഞു പോയ സംഭവം. അത് മുഴുവൻ എനിക്ക് പറയാം. ഐ ഗോട്ട് അപ്പ്, ഗെറ്റ് അപ്പ് പ്രസന്റ് ടെൻസ് ആണ്, എന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഗോട്ട് അപ്പ്. ഐ ഗോട്ട് അപ്പ് അറ്റ് 6 o'clock in the morning, രാവിലെ ഞാൻ 6 മണിക്ക് എഴുന്നേറ്റു. ഐ ടുക്ക് മൈ ബാത്ത് അറ്റ് 8 o'clock, 8 മണിക്ക് ഞാൻ കുളിച്ചു. അല്ല, അതെല്ലാം കഴിഞ്ഞു പോയ സംഭവമാണ്, വരാൻ പോകുന്നതല്ല, പതിവുമല്ല. ഇത് പതിവല്ല, ഇന്ന് ചെയ്ത സംഭവം, ചെയ്ത് കഴിഞ്ഞ സംഭവം. ഐ എയ്റ്റ് മൈ ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 9 o'clock, 9 മണിക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അങ്ങനെ ഇന്ന് നടന്ന എല്ലാ സംഭവങ്ങളും പറയാം. ഞാനിപ്പോ നിങ്ങളോട് പറയണം, നിങ്ങൾ ഇതേപോലൊരു കഴിഞ്ഞു പോയ സംഭവം പറയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിഞ്ഞ ആഴ്ചയോ കഴിഞ്ഞ മാസമോ നിങ്ങളൊരു ബർത്ത്ഡേ ഫംഗ്ഷനോ പങ്കെടുത്തിട്ടുണ്ടായി. അത് നിങ്ങൾക്ക് പറയാം, അത് കഴിഞ്ഞു പോയ സംഭവമല്ലേ. ഐ അറ്റൻഡഡ് എ ബർത്ത്ഡേ ഫംഗ്ഷൻ. അവിടെ വെച്ച് നിങ്ങൾ ആരല്ല, ഐ മെറ്റ് മൈ ക്ലോസ് ഫ്രണ്ട്സ് ദയർ, എന്റെ അടുത്ത സുഹൃത്തുക്കളെ ഞാൻ കണ്ടുപിടി. വി ടോക്ട്, സംസാരിച്ചു. 4 hours, മണിക്കൂറുകളോടെ ഞങ്ങൾ സംസാരിച്ചു. വി റിക്കളക്റ്റഡ് അവർ ഓൾഡ് ഇൻസിഡന്റ്, പഴയകാല സംഭവങ്ങളൊക്കെ ഞങ്ങളൊന്ന് ഓർമ്മിച്ചെടുത്തു. കഴിഞ്ഞു പോയ സംഭവങ്ങളെ കുറിച്ച് പറയുന്നതിനെയാണ് നമ്മളത് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുക. നമുക്കറിയാം, ഒരു വെർബ് എടുക്കുമ്പോൾ പ്രസന്റ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഗോ, വെന്റ്, ഗോൺ. ടേക്ക്, ടുക്ക്, ടേക്കൻ. എല്ലാം നടുക്ക് വരികയും പാസ്റ്റിന്റെ അടിയിൽ വരുന്നത് അത് ഉപയോഗിക്കാം. V1, V2, V3 എന്ന് പറയുമ്പോൾ ആ V2വിന്റെ അടിയിൽ വരുന്ന കാര്യങ്ങൾ ആ വെർബ് മാത്രം ഉപയോഗിക്കും. അപ്പൊ സബ്ജക്റ്റ് കഴിഞ്ഞു വെർബിന്റെ ഒരു പാസ്റ്റ് ടെൻസ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് നമുക്ക് എന്ത് പറയാം? സിമ്പിൾ പാസ്റ്റ് എന്ന് പറയാം. ഇപ്പൊ നിങ്ങൾ ഓർക്കുക, ഇന്ന് രാവിലെ മുതൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഓർക്കുക, വേണ്ട ഇന്നലെ ഉണ്ടായ സംഭവങ്ങൾ ഓർക്കുക. നിങ്ങൾക്ക് പറയാം, യെസ്റ്റർഡേ ഐ ക്വാറൽഡ് വിത്ത് മൈ ചിൽഡ്രൻ, കുട്ടികളുമായിട്ട് ഞാൻ ഇന്നലെ വഴക്കിട്ടു. യെസ്. അല്ലെങ്കിൽ ഐ ക്വാറൽഡ് വിത്ത് മൈ ഹസ്ബൻഡ്, ഭർത്താവുമായിട്ട് ഞാൻ ഇന്നലെ വഴക്കിട്ടു. യെസ്റ്റർഡേ ഐ കുക്ക്ഡ് ചിക്കൻ ബിരിയാണി. ഉണ്ടോ? കഴിഞ്ഞു പോയ സംഭവങ്ങളെല്ലാം സിമ്പിൾ പാസ്റ്റ്. കഴിഞ്ഞു പോയ സംഭവങ്ങളെല്ലാം സിമ്പിൾ പാസ്റ്റ്. യെസ്. അവൾ വന്നു, അവൾ പാടി, അവൾ എടുത്തു, അവൾ നടന്നു, അവൾ ഉറങ്ങി, എല്ലാം കഴിഞ്ഞു പോയതാണ്. അപ്പൊ സബ്ജക്റ്റ് എഴുതുക, വെർബിന്റെ പാസ്റ്റ് ടെൻസ് എഴുതുക. അപ്പൊ നിങ്ങളുടെ ജീവിതത്തോടൊന്ന് നോക്കുക. നോക്കിയിട്ട് ഇന്നോ ഇന്നലെയോ നിങ്ങൾക്ക് കഴിഞ്ഞു പോയ സംഭവിച്ച കാര്യങ്ങളില്ലേ, അതൊന്നും ഓർത്തു വെക്കുക. അതിനെ കുറിച്ച് നമുക്കൊരു 5 സെന്റൻസ് വെച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് ആരംഭിക്കാം. യെസ്. ബിജിനി ആദിത്യൻ. യെസ്, ബിജിനി വരുമെന്ന് വിചാരിക്കാം. ആൻഷി. Yes, sir. How are you, Anshi? I'm fine, sir. Okay, very good. I am also very fine, Anshi. Then, Anshi, ഇന്ന് രാവിലെ എഴുന്നേറ്റ സമയം മുതൽ ഇതുവരെയുള്ള സംഭവങ്ങൾ ആൻസി സിമ്പിൾ പാസ്റ്റ് എന്ന് പറയാം. വേറെ ഒന്നും വേണ്ട, ഒരു പാസ്റ്റ് ടെൻസ് പറഞ്ഞാൽ മതി.
Okay, ചായ sir. കുടിച്ചാൽ ഐ ഡ്രിങ്ക് എന്ന് പറയുന്നത് പാസ്റ്റൻസ് ഡ്രാങ്ക്. കഴിഞ്ഞു പോയ സംഭവം. ഐ ഡ്രിങ്ക് ടീ എന്ന് പറയുമ്പോൾ പതിവായിട്ട് കുടിക്കാറുണ്ട് അർത്ഥം. ഐ ഡ്രാങ്ക് ടീ എന്ന് പറയുമ്പോൾ പതിവായിട്ട് ഞാൻ കുടിച്ചിട്ടില്ല, പക്ഷെ ഇന്ന് ഞാൻ കുടിച്ചിട്ടുണ്ട് ചായ. യെസ് കേട്ടോ, അതാണ് നമ്മുടെ വ്യത്യാസം. കഴിഞ്ഞു പോയ ഇൻസിഡന്റ്, അത് ഇന്ന് നടന്ന സംഭവം പറയാൻ പറ്റിയില്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയോ കഴിഞ്ഞ മാസമോ എന്തെങ്കിലും ഒരു സംഭവം പറഞ്ഞു, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു സുഹൃത്തിന്റെ വെഡിങ് പാർട്ടിയിൽ കഴിഞ്ഞു പോയൊരു സംഭവം. അതായത് ഇപ്പൊ 2/7 2/7 മുമ്പ് നടന്ന എന്ത് സംഭവം. അപ്പൊ ഇന്ന് നമുക്ക് രാവിലെ എഴുന്നേറ്റ് വിളിക്ക് പറയാം. പറഞ്ഞു ഓരോരുത്തരും ഇങ്ങനെ ആലോചിച്ച് വെച്ചോട്ടെ, പാസ്റ്റിൽ പറയാവുന്ന ഒരു 5-6 വാചകങ്ങൾ. ആൻഷി തൊടിക്കോളൂ. Okay, sir. I drank tea. ഓക്കെ, ശരണ്യ ടീ കറക്റ്റ് ആണ്. വെരി ഗുഡ്. പറഞ്ഞു ആൻഷി. Sir, I drank tea in the morning. Yes, very good. Yesterday was my birthday. Oh, yesterday was Anshi's birthday. Anshi, അല്പം ലേറ്റ് ആണെങ്കിലും എല്ലാവരും കൂടി ഒരുമിച്ച് കേട്ടോ. We wish you very happy birthday to you. Okay? Yes. Okay. Very many returns of yesterday. Yes, okay. Okay. ഫർസാന വന്നിട്ടുണ്ട്, ഹരിത വന്നിട്ടുണ്ട്. Okay. Very good. Yes. Okay. I ate kulmandi yesterday. അപ്പൊ ആ ബർത്ത്ഡേ സെലിബ്രേഷനുകൾ പോരട്ടെ, അത് കറക്റ്റ് ആവും. ഓക്കെ പ്രസീത. ഓക്കെ ആശ. യെസ്, കണ്ടിന്യൂ. അൻഷി. I ate kulmandi yesterday. I ate കുഴിമന്തി yesterday. എവിടെ നസിയ? എവിടെ നസിയ? Yes, I ate കുഴിമന്തി yesterday. Then ബാലൻസ്, കുഴിമന്തിയുടെ ബാലൻസ് അല്ല, സെന്റൻസിന്റെ ബാലൻസ്. യെസ്, പിന്നെ എന്തൊക്കെ പ്രോഗ്രാം ഉണ്ടായിരുന്നു? I went out yesterday. I went out yesterday. And then I took photos in my family yesterday. I took photos with my family. Very good. That's all, sir. That's all. Very good. Okay. Very good. Yes, കറക്റ്റ് ആണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, കഴിഞ്ഞു പോയ സംഭവം ഓൾറെഡി ഹാപ്പൻഡ്, അത് നമുക്ക് പറയാം. അതെല്ലാം പാസ്റ്റ് ആണ്, സിമ്പിൾ പാസ്റ്റ് ആണ്. യെസ്, അപ്പൊ ഞാനിനി നിർബന്ധിക്കുന്നില്ല. അല്ലെ, നമ്മൾ തുടക്കത്തിൽ ഇപ്പൊ 26 ഉണ്ടായി, ഇപ്പൊ 28 അല്ലെ, നിർബന്ധിക്കുന്നതുകൊണ്ടായിരിക്കും അല്ലെ. ഇതൊരു നിർബന്ധമായിട്ട് എടുക്കണ്ട, ഇത് നിങ്ങൾക്കത് ഗുണകരമാകും. ഇപ്പൊ നിങ്ങൾ പറയില്ല എങ്കിൽ ഇപ്പൊ ഇന്ന് മോണ്ടിസോറിയുടെ 10th ബാച്ചിന്റെ ലാസ്റ്റ് ക്ലാസ് രാവിലെ 12 to 1 ഞാൻ എടുത്തിട്ട് ഈ ക്ലാസ് കൊണ്ട് വന്നതാണ്. അപ്പൊ ഇന്ന് ലാസ്റ്റ് ക്ലാസ് ആണ് അവിടെ. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ 10 മാസത്തെ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഗുണം കിട്ടിയത്? നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ ഫീഡ്ബാക്ക് അത് കറക്റ്റ് ആയിട്ട് പറയാൻ പറഞ്ഞു. അപ്പൊ അതില് ഒരു കുട്ടി പറഞ്ഞു, സാറ് പണ്ട് വെറുതെ ആണെങ്കിൽ പറഞ്ഞു, ഈ ഗ്രാമറൊക്കെ പഠിച്ചിട്ട് നിങ്ങളുടെ വീടിന്റെ മുന്നില് ഒരു ബോർഡ് വെക്കണം, ഗ്രാമർ പഠിപ്പിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാമർ ക്ലാസ് എടുക്കുന്നു എന്ന് പറഞ്ഞൊരു ബോർഡ് വെക്കണം. അന്ന് എനിക്ക് തോന്നിയ ഒരു ആഗ്രഹമാണ്. ഞാൻ ബോർഡ് വെച്ചു. എന്റെ വീടിന്റെ മതിലിന്റെ അകത്ത് ബോർഡ് വെച്ചു. ഞാനിപ്പോ എന്ത് ചെയ്യണം? ഗ്രാമർ ക്ലാസ് പഠിപ്പിക്കാൻ. എന്നിട്ട് അത് പറയുന്നത്, എനിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗ്രാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു താല്പര്യമില്ലാത്ത ഒരു വിഷയമാണ്. പക്ഷെ ഞാനത് പഠിച്ചു. അത് പഠിക്കാനായിട്ട് സാറിന്റെ ഇടപെടൽ കാരണമായിട്ടുണ്ട് എന്ന് പറഞ്ഞു. യെസ്, ആ വെറുപ്പ് എനിക്ക് മാറി കിട്ടി. ഞാൻ അറിയാണ്ട് കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഐ ആം ടേക്കിംഗ് ദ ഗ്രാമർ ക്ലാസ്. യെസ്. അപ്പൊ വേറൊരു കുട്ടി, ആ കുട്ടിയുടെ പേര് കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നു, കാരണം വെച്ചാൽ ഒരു സിനിമാ നടി ആ പേരിൽ പഴയതുണ്ട്, ഉണ്ണിമേരി. ആ കുട്ടി പറഞ്ഞു, എനിക്ക് ഒരിക്കലും ഇതേപോലെ സംസാരിക്കാനായിട്ടുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ എപ്പോഴും അടുക്കളയുടെ അകത്ത് ഇങ്ങനെ ഒതുങ്ങി നിന്നൊരു ഒരു ആളായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് സംസാരിക്കാനും പറയാനും എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത് എനിക്ക് ഈ ഇംഗ്ലീഷ് ക്ലാസ് കൊണ്ട് കിട്ടിയൊരു ഗുണമാണ് എന്ന് പറയുന്നത്. യെസ്. അപ്പൊ എനിക്കത് പറയാനും സംസാരിക്കാൻ ധൈര്യസമേതം പറയാൻ എനിക്ക് പറ്റുന്നത് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് എന്ന് പറയുന്നത്. എന്തു പറഞ്ഞതുപോലെ ഭാവിയിൽ നിങ്ങൾ അതേക്കുറിച്ച് ഓർക്കും. ഒരുപക്ഷെ ഇത് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് യുവർ സക്സസ്ഫുൾ ലൈഫ്. നിങ്ങളുടെ വിജയകരമായ ജീവിതത്തിന്റെ ഒരു ഭാഗമായിരിക്കും. ഓക്കെ,
അപ്പൊ അതുകൊണ്ട് ഞാൻ വിളിക്കുമ്പോൾ നിങ്ങൾ വരിക, വന്നില്ലെങ്കിൽ ഇന്ന വിഷയമാണ്, തൊണ്ടവേദനയാണെങ്കിൽ പറഞ്ഞു. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിംഗ്സ് ആൻഡ് ഇമോഷൻസ്. നിങ്ങൾ ചെറിയ കുട്ടികളല്ലല്ലോ. യെസ്, ഓക്കെ. Sir, may I? ഓക്കെ ഹരിത, ഓക്കെ യു പ്ലീസ് കം ഹരിത. അപ്പൊ ഹരിതക്ക് ഞാൻ അപ്രീസിയേഷൻ കൊടുക്കണം. അപ്പൊ ഹരിത കഴിഞ്ഞാൽ ഫർസാന വരാന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരണ്യ യു വരാന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ്, ഓക്കെ. താങ്ക്സ് റെഡിയാണ്. ഓക്കെ ഹരിത ആരംഭിച്ചോളൂ. Sir, പറയട്ടെ. ഓക്കെ ഓക്കെ വന്നോണ്ടിരിക്കണ്ടവരാണ്. ഓക്കെ ഹരിത പറഞ്ഞോളൂ. I drank tea in the morning. I drank tea in the morning. Correct. I got a early morning 7 o'clock. I got a early morning 7 o'clock. Got up നൽകിക്കോട്ടെ, ഒരു അപ്പ് കൂടി കിടക്കട്ടെ. Got up early morning. I played yesterday with my children. I played yesterday with my children. Correct. Yesterday watching TV evening. Yesterday watching TV evening. നമുക്ക് ഐഞ്ച് അങ്ങനെ കളഞ്ഞിട്ട് യെസ്റ്റർഡേ ഐ വാച്ച്ഡ് ടി വി. സബ്ജക്ട് ഐഞ്ച് വരുന്നുണ്ട് പുറകില്. യെസ്റ്റർഡേ ഐ വാച്ച്ഡ് ടി വി. വാച്ച് എന്ന് പറയുന്നത് പാസ്റ്റ് വാച്ച്ഡ് ടി വി. ഓക്കെ. I washed clothing morning 10 o'clock. I washed clothing morning 10 o'clock. Yes. പിന്നെ സമയമല്ല പറയുന്നത്. സമയം പറയുമ്പോ ആ സമയത്ത് തൊട്ടരികത്ത് അറ്റ് കൂടി ചേർന്നില്ല. അറ്റ് 10 o'clock. സമയത്തിന്റെ കൂടെ എപ്പോഴും എന്ത് വരും? അറ്റ് വരും. അറ്റ് 5 o'clock, 6 o'clock. ഓക്കെ. ഓട്ടോമാറ്റിക്കായിട്ട് വരും. Thank you. Okay. വെരി ഗുഡ്. ഓക്കെ ഹരിത. യെസ്, ഹരിത പറഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു അല്ലേ? എക്കോ സിസ്റ്റം പോലെ. ഓക്കെ ഫർസാന പറഞ്ഞോളൂ. Okay, sir. I attended a wedding on previous Sunday. Very good. I met some friends there, and we do so much fun together. Yes. I drove my car to the venue. Yes. I ate pure veg sadhya there. After that, I went to shopping. I bought some clothes. Then I went back to my home. Very good. Okay. Very good, Farsana. Very good. Then, Thank you, sir. Sharanya, are you ready? Sharanya again, thanks a lot. Sharanya, thought pain is worth and thanks a lot. Thanks, I woke up early in the morning. Yes. Early in the morning. At 7 o'clock. I turned off my alarm. Yes, okay. I got up. I took shower. Yes. I got dressed. Yes. I combed my hair. Yes. I made breakfast. Yes. I ate breakfast. Yes. I started work at 10 p.m. Sorry, 10 a.m. Yes. I answered my call. Yes. I worked on my computer. Yes. I finished work at 5. Yes. Then I went to shopping. Yes. Then after 5 o'clock, I arrived home. Yes. Very good. Okay. That's it. Very good. Nalla korchu okay, thanks. Very good. Shani fellows. Shani. Yes. I visited zoo yesterday. Yes. I captured an image. Yes. I brought books for my kid. Yes. I joined online class. Yes. And I thank my mom. Yes. That's all. That's all. Okay. Subject plus verb in the past tense ഉപയോഗിക്കുക. Very good. Yes. Anjanya. Yes, sir. Yes. Sharanya, you പറഞ്ഞോളൂ. Anjanya പറയാട്ടോ. ഒരു മിനിറ്റ്. Sharanya, you പറഞ്ഞോളൂ.
കണ്ടിന്യൂഷൻ തന്നെയാണ്, അറിയുന്ന പോലെ പറയാം. യെസ്, മതി, നമുക്കത് മതി, നോ പ്രോബ്ലം. യെസ്, ഇപ്പൊ ഇത്ര ദിവസമായിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലായില്ലേ? തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം, വി വിൽ കറക്റ്റ്. ഓക്കെ, കണ്ടിന്യൂ. Got up morning. യെസ്, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ഏർലി മോർണിംഗ് കൊടുക്കുക. ഐ ഗോട്ട് അപ്പ് ഏർലി മോർണിംഗ്. യെസ്. Okay, I got up early morning. Yes. I visited the temple. Yes, I went to temple. Then I watched a movie yesterday. yes, I watched a movie yesterday. Very good. I studied very hard last night. Yes. And I played caroms with my kids. Yes, I played caroms with my kid. Okay. And I met my teacher yesterday. I met my teacher yesterday. Then. Thank you, sir. Okay, very good, very good. Okay, Shania, very good, very good, very good. Ajanya, പറഞ്ഞോളൂ. Yes, sir. Yes. I was sleeping when the alarm went off. Yes, okay, okay. അത് നമുക്ക് സെന്റൻസ് കറക്റ്റ് ആണ്. അത് ഐ വാസ് സ്ലീപ്പിംഗ്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഓക്കെ, സിമ്പിൾ പാസ്റ്റ് ഔട്ട് ആയിട്ടില്ല, എന്നാലും കുഴപ്പമില്ല, കണ്ടിന്യൂ. സെന്റൻസ് കറക്റ്റ് ആണ്. യെസ്. Okay, sir. അത് നമുക്ക് വേറെ രീതിയിൽ പറയും. ഐ വാസ് സ്ലീപ്പിംഗ് എന്നുള്ളത് ഐ സ്ലെപ്റ്റ് എന്നാക്കാം. സ്ലീപ്പിന്റെ പാസ്റ്റൻസ് ഇല്ലേ, സ്ലെപ്റ്റ്. അപ്പൊ സിമ്പിൾ പാസ്റ്റ് സ്ലെപ്റ്റ് ആവും. ഓക്കെ, കണ്ടിന്യൂ, കണ്ടിന്യൂ. പറഞ്ഞത് കറക്റ്റാ. അത്ര ഓക്കെ അല്ല സർ, അതുകൊണ്ടാണ്. അപ്പോ അവിടെ പോയിരുന്നല്ലേ. ഓക്കെ, കണ്ടിന്യൂ, കണ്ടിന്യൂ. I brushed my teeth. I brushed my teeth. ഓക്കെ, കറക്റ്റ്. I had breakfast at 8 a.m. കറക്റ്റ് സെന്റൻസ്. ഹാഡ് അറിയോ? ഹാവ് എന്ന് പറയുന്ന വേർഡിന്റെ പാസ്റ്റ് ടെൻസും കൂടിയാണ് ഹാഡ്. അതുകൂടാതെ ഈ ഹാഡ് എന്ന് പറയുന്ന വേർഡ് ഓക്സിലറി വെർബായിട്ടും ഉപയോഗിക്കും. അപ്പൊ ഹാവിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഹാഡ്. ഐ ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. I read a book in the afternoon. യെസ്, ഐ റീഡ് എന്നുള്ളത് തന്നെയാണ്. പക്ഷെ പറയുമ്പോൾ നമ്മൾ എന്ത് പറയണം? റെഡ് എന്ന് പറയണം. READ പ്രസന്റ് ടെൻസ്. പാസ്റ്റ് ടെൻസ് READ തന്നെയാണ്, പക്ഷെ റെഡ് എന്ന് വായിക്കണം. പാസ്റ്റ് പാർട്ടിസിപ്പിളും READ തന്നെയാണ്, പക്ഷെ റെഡ് എന്ന് പറയുന്നത്. അപ്പൊ ഐ റെഡ് എന്നായിരിക്കും. സ്പെല്ലിംഗ് സെയിം ആണ്, റെഡ് എന്ന് പറയും. ഓക്കെ, കണ്ടിന്യൂ. I called my mom. യെസ്, വെരി ഗുഡ്, കറക്റ്റ്. യെസ്. I cleaned the living room. I cleaned the living room. Okay. I did the laundry. Yes. ഞാൻ കിച്ചണിലോട്ട് കയറൂ. കിച്ചണിൽ ഇപ്പം കയറാൻ പറ്റാത്ത അവസ്ഥ. ഓക്കെ, 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 റെഡി. കിച്ചണിലോട്ട് കയറുമെന്ന് ഞാൻ പറഞ്ഞത് അവിടെ നിന്ന് കുറച്ച് സെന്റൻസുകൾ എടുക്കാനാണ്. I watched TV. Yes. I went to work. Yes. Sir, okay. Okay, Ajanya, very good, very good, very good. Ajanya ഇങ്ങനെ ഓർത്ത് കറക്റ്റ് ആയിട്ടാണ് പറഞ്ഞത്. ഓക്കെ, ഓക്കെ, ഓക്കെ. യെസ്, അപ്പൊ അത് ഒരു ഇന്റലിജൻസ് ആണ്. കാരണം ഇതിന് ഫീഡ് ചെയ്ത് വെച്ചതല്ല, കറക്റ്റ് ഇങ്ങനെ ഓർത്ത് തത്സമയം ആലോചിച്ച് പറഞ്ഞാണ്. ഓക്കെ, സിത്തു ഫാസ്റ്റ്. സിത്തു. Okay, sir, thank you. Okay, very good, very good. സിത്തു. Yes, sir. യെസ്, പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം അറ്റൻഡ് ചെയ്ത ഒരു മാരേജ് ഫംഗ്ഷൻ ഇല്ലേ? വേറെ എന്തെങ്കിലും ഞാൻ പറയാം അല്ലേ? എന്നാ കഴിഞ്ഞ ആഴ്ച പുറത്തു പോയില്ലേ? അതൊന്നും പറഞ്ഞാലും മതി. I went to shopping yesterday. Yesterday. Okay. ഈ അവിടെ ചെന്നിട്ട് വാങ്ങിച്ച ഐറ്റംസ് അങ്ങനെയൊക്കെ പറഞ്ഞു എല്ലാം പാസ്റ്റ് ടെൻസ് ആയിരുന്നു. എന്നിട്ട് ലാസ്റ്റ്
റിട്ടേൺ ഇതുപോലെ കറക്റ്റ് പറയാം. അവസാനം പറഞ്ഞ പോലെ ഐ റിട്ടേൺ ടു ഹോം. യെസ്. My son's dress. ആ പിന്നെ എന്നാൽ ഫ്രണ്ട്സിന്റെ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഫ്രണ്ട്സിന് ഡ്രസ്സ് മേടിച്ചാണ് ഉദ്ദേശിച്ചത്. എന്താണ് സാർ? ഫ്രണ്ടിന്റെ കടയിൽ നിന്ന് വാങ്ങിച്ചു എന്നാണ് അല്ലെങ്കിൽ ഫ്രണ്ടിന് വേണ്ടി വാങ്ങിച്ചു എന്നാണ് ഉദ്ദേശിച്ചത്? അല്ല, മൈ സണ്ണിന് മകന് ഡ്രസ് വാങ്ങിയെന്നാ ഉദ്ദേശിച്ചേ. അപ്പൊ നോക്കി, ഞാൻ വാങ്ങിയെന്ന് ആദ്യം പറയാം, എന്ത് വാങ്ങിയെന്ന് പിന്നീട് പറയാം. ഞാൻ വാങ്ങിയെന്ന് പറയുമ്പോൾ എന്ത് പറയും? ഐ വാങ്ങി. ബൈ എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ബോട്ട്. ഐ ബോട്ട്, ഞാൻ വാങ്ങി. എന്ത് വാങ്ങി അത് പിന്നീട് പറയാം. യെസ്. ഓക്കെ. അരണ്യ എന്ത് വാങ്ങി? ഡ്രസ് വാങ്ങി. ഇനി ആർക്ക് വേണ്ടി വാങ്ങി? ഫോർ മൈ സൺ. ഐ ബോട്ട് ഡ്രസ് ഫോർ മൈ. അപ്പൊ ഞാൻ ചെയ്ത പ്രവൃത്തി, പിന്നെ ആരെ അല്ലെങ്കിൽ എന്ത്, പിന്നെ എങ്ങനെ, ആർക്ക് പിന്നീട് വന്നാൽ മതി. എപ്പോഴും അങ്ങനെ ഇരിക്കണം. ഇംഗ്ലീഷിൽ എപ്പോഴും സബ്ജക്ട് ഉടനെ വെർബ്. യെസ്. അപ്പൊ കറക്റ്റ് ആയി. ഇനി എന്ത് ചെയ്തു? പെട്ടെന്നൊന്നും കിട്ടുന്നില്ല. അല്ല, പിന്നെ അത് കുഴപ്പമില്ല, നമുക്ക് ശരിയാക്കാം. അവിടെ പിന്നെ ഡ്രസ്സ് കൂടാതെ പിന്നെ എന്താ വാങ്ങിച്ചത്? പിന്നെ നെക്സ്റ്റ് പരിപാടി എന്തായിരുന്നു? തൊട്ടടുത്തുള്ള ഹോട്ടലിൽ കയറിയില്ലേ? റെസ്റ്റോറന്റിൽ കയറിയില്ലേ? ഫുഡ്. ഓക്കെ. നമ്മൾ സിമ്പിൾ ആക്കാം. ഞങ്ങൾ റെസ്റ്റോറന്റിലേക്ക് പോയി. സിത്തു ഒറ്റക്കല്ല, കൂടെ കുറച്ച് പേരൊക്കെ ഉണ്ടല്ല. അപ്പൊ ഐ എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് എന്താക്കാം? വി എന്നാക്കാം. ഞങ്ങൾ വി പോയി എന്നുള്ളതിന് വെന്റ്. എങ്ങോട്ട് പോയി? ടു എ റെസ്റ്റോറന്റ്. വി വെന്റ് ടു എ റെസ്റ്റോറന്റ്. ഞങ്ങൾ റെസ്റ്റോറന്റിലേക്ക് പോയി. ഇനി അവിടെ ചെന്നിട്ട് എന്ത് ചെയ്തു? ഫുഡ് ഓർഡർ ചെയ്തു. വി ഓർഡേഡ്. വി ഓർഡേഡ് ഫസ്റ്റ് സൈൻ. എന്ത്? ഫുഡ്. വി ഓർഡേഡ് ഫുഡ്. കറക്റ്റ് ആയില്ലേ? ഇനി എന്ത് ചെയ്തു? ഫുഡ് കഴിച്ചു ഞങ്ങൾ. വി എയ്റ്റ് ഫുഡ്. ഫുഡ് കഴിച്ചു. പുറത്തേക്ക് ഇറങ്ങുമ്പോ എന്ത് ചെയ്യണം? ബില്ല് കൊടുക്കണം. അപ്പൊ അവിടെ നമുക്ക് പറയാം മൈ ഹസ്ബൻഡ് അല്ലെങ്കിൽ മൈ ബ്രദർ അല്ലെങ്കിൽ ഐ പെയ്ഡ്. PAY പേ എന്നുള്ളതിന്റെ ഫസ്റ്റ് പെയ്ഡ് ദ ബിൽ. കേട്ടോ? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മതി. സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ഓക്കെ. വെരി ഗുഡ്. ഇനി ആരാണ്? ഹു ഈസ് കമ്മിങ് നെക്സ്റ്റ്? ഇതേപോലെ സിമ്പിൾ ആയിട്ട് ചായക്കടയിൽ കയറിയിട്ട് ഇറങ്ങുന്ന സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ പറയാം. യെസ്. ഹു ഈസ് നെക്സ്റ്റ്? പ്രസീദ, ആർ യു റെഡി? യെസ്. പിന്നെ എന്താ വൈകണേ? യെസ്. പോന്നട്ടെ. യെസ്. എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ പറഞ്ഞോളൂ. I went my friend marriage function yesterday. I went to a marriage function yesterday. Very good. Very the past tense. I feel very happy. Sorry, sir. Continue. I saw her. I feeling very happy too. We took some pictures with her. Yes. After Okay. I saw met our college mate friends. Yes. Very good. We shared our old memories. Yes. Okay. Very good. We took some pictures with them. Yes. Very good. After we had lunch with our friends. Yes. With our friends. Okay. Very good. After some pictures with bride and that boy. Yes. After we went our house. After that we returned home. Yes. Very good. അപ്പൊ ഇന്ന് നമ്മൾ നോക്കിയത് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ചാണ്. സബ്ജക്റ്റ് ഉപയോഗിക്കുക, വെർബിന്റെ പാസ്റ്റ് ടെൻസ് പറയുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതേതാണത്? സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ്. ആഷ വല്ലതും പറയാൻ പോകുന്നുണ്ടോ? യെസ്, പറഞ്ഞോളൂ ആഷ. Hello, Jacob. Yes, പറഞ്ഞോളൂ. We are hearing. Okay. Yesterday was a very happy day. Yes, very good. പറഞ്ഞോളൂ.
Why? It was my brother's birthday. Oh, very good. അപ്പോൾ ബ്രദറിന് ഞങ്ങളുടെ റിഗാർഡ്സ് അറിയിക്കാം. Okay. He is 26 years old. Yes. We were very happy yesterday. Yes. We went to the beach and park. Yes. And we eat kulimandi. We ate in the past tense. We ate kulimandi. Okay, sir. We ate kulimandi. And yes, nice. Kulimandi. Okay, continue. And we cut the cake late at night. We cut the cake. Past tense, present tense, past tense. Correct. Okay. We cut the cake. And we took a lot of photos and memories. Yes, we took a lot of selfies. Okay. Did you give any present to your brother? Not clear. What, sir? Did you give any present to your brother? Any gift? Yes. Yes. Yeah, I gifted to shirt and pant. Yes. Okay. I gave a gift and I presented a gift. Yes. Okay. Okay, that's all, sir. That's all. Very good, Asha. Very good. ഇപ്പോൾ മനസ്സിലായല്ലോ സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് പിന്നെ വെർബിന്റെ പാസ്റ്റ് ടെൻസ്. അപ്പോൾ സമയമായതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യാണ്. Your involvement was very marvelous. Once again, I thank you all. We will meet in the next class. Okay. Thank you, sir. Okay. Thank you, sir. Okay. Thank you, sir. We enjoyed your class. Yes, sir.